ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഇന്നത്തെ അടിപൊളി ഇഫ്താർ സ്പെഷ്യൽ സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. അതായത് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്ന രീതിക്ക് നന്നായിട്ട് അതിൽ വറുത്തെടുക്കുക. അതായത് അധികം മുരിഞ്ഞു പോകേണ്ട, ഒരു ആവശ്യത്തിന് ഒന്ന് ഗോൾഡൻ കളറാകുന്ന രീതിക്ക് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില നല്ലെണ്ണം കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര മസാല വേണോ അതിനനുസരിച്ചിട്ട് ഉള്ളി നമുക്ക് കൂട്ടിയെടുക്കണം. അപ്പോൾ ഇതൊരു 3 ഉള്ളിയാണ്, 3 അത്യാവശ്യം മീഡിയം സൈസ് ഉള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ചെറുതാക്കി കൊത്തി അരിഞ്ഞണം. അതായത് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നമ്മളെന്താക്കുക, നന്നായിട്ട് വാട്ടിയെടുക്കണം. അതായത് ഒട്ടും കടിക്കരുത്. ഉള്ളി കടിച്ചാൽ ടേസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് സമൂസയുടെ മാറിപ്പോവും. അപ്പോൾ എന്താക്കുക, നല്ലോണം കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നോമ്പ് തുറയിലെ രാജാവാണെന്നൊക്കെ പറയാം അല്ലേ, സമൂസേനെ കൊണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ സമൂസ എന്ന് പറഞ്ഞാൽ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് സമൂസ. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചച്ചോയ മാറുന്ന രീതിക്ക് ഒന്ന് മിക്സാക്കി എടുക്കണേ. ഇതിനൊക്കെ പച്ചച്ചോയ മാറുന്നതിന് മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ കുറേ നേരം വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ചച്ചോയ മാത്രം മാറുന്ന രീതിക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മസാലയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് അധികം മസാലകളും ചേർക്കുന്നില്ല, കുറച്ച് മസാലയിലാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളതൊക്കെ കുറച്ച് മസാല മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ നമുക്കിനി എല്ലാം 1/4 ടീസ്പൂൺ മാത്രം മതി. ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടി. അപ്പോൾ നമ്മൾ ഏത് ചിക്കനാണോ ബീഫാണോ നോക്കുക, അതിൻ്റെ മസാല ചേർത്ത് കൊടുക്കണേ. ബീഫാണെങ്കിൽ ബീഫ് ചേർത്ത് കൊടുക്കുക, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ബീഫ് വെച്ചാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ബീഫിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ മസാല ചേർത്തതിന് പകരമായിട്ട് ബീഫിൻ്റെ മസാല ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് ചിക്കൻ മസാല ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മസാലയുടെ പച്ചമണക്കം മാറുന്ന രീതിക്ക് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. അതിൻ്റെ മണക്ക സ്മെല്ലെല്ലാം പോകുന്ന രീതിക്ക് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ ഉപ്പും മഞ്ഞളും അത് ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണിത്. അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടി അതിനനുസരിച്ച് എല്ലാം കൂട്ടിയെടുക്കണേ. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പൊടി, അതായത് അതിൻ്റെ തൊലി വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പും വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതിന് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന മാതിരി നല്ലോണം കുഴച്ചെടുക്കുക. ഇതൊരു ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിനെ പരത്തിയിട്ട് 4ആയിട്ട് കീറിയിട്ടാണ് നമ്മളിത് മസാല ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഈ മസാല ഫില്ല് ചെയ്യുന്നത് ഈ എങ്ങനെയാണ് ഇതിൻ്റെ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മിക്കവർക്കും കിട്ടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് റൗണ്ടിൽ ഇതിനെ പരത്തിയെടുക്കാം. എന്നിട്ട് അതിനെ 4ആയിട്ട് കീറിയതിന് ശേഷം, അതായത് പ്ലസ് വെച്ചിട്ട് കീറിയതിന് ശേഷം അതിൻ്റെ കോണ് വെച്ച് മടക്കിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ പ്രസ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ പുറത്ത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എളുപ്പമായിട്ട് തോന്നൽ കൈകൊണ്ട് തന്നെ ചെയ്യലാണ്. അപ്പോൾ ഇതുപോലെ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതായത് നമ്മൾ കൈകൊണ്ട് തന്നെ മടക്കിയിട്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി എളുപ്പമാകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പ്ലസ് ആയിട്ട് കീറിയതിന് ശേഷം അതിൻ്റെ കോണ് വെച്ചിട്ട് അതായത് കോൺ അവിടെ ബാക്കി വെച്ചതിന് ശേഷം താഴ്ഭാഗം നമുക്ക് ഒരു കോൺ ഷേപ്പിൽ നമുക്കത് മടക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ 3 മൂലയും ക്ലിയർ ആക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല ഉണ്ടാക്കേണ്ട പാക്കിൻ്റെ പണി എന്ന് പറഞ്ഞാൽ. എളുപ്പമാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര ടാസ്ക്കാണെന്നൊക്കെ വെച്ചിട്ട്, പക്ഷേ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതിലേക്ക് മസാല ഫില്ല് ചെയ്തെടുക്കുക. എത്രയാണ് നമുക്ക് വലുത്, ചെറുതാണെങ്കിൽ ചെറുത്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് മസാല ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവേ.
അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിതാ മടക്കിയതിന് ശേഷം നമ്മൾ ബാക്കി മുഴുവനും ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയുന്ന പണി കേട്ടോ. പിന്നെ അധികം കഷ്ടപ്പാടൊന്നുമില്ലാത്ത പെട്ടെന്ന് കഴിയുന്ന പണിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി മുഴുവനും ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് മുഴുവനും ആക്കിയെടുത്തതിന് ശേഷം നമ്മളൊരു എണ്ണ അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മളിത് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ ഇഫ്താറിൽ, അതായത് നോമ്പ് കാലത്ത് നമ്മളെ മെയിൻ ഐറ്റം, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. ഇതില്ലാത്തൊരു പരിപാടിയോ ഒരു നോമ്പ് തുറയോ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇതാണ് നമ്മളെ സമൂസ, ചെറിയ സമൂസ, വലുതല്ല, ചെറിയ സമൂസയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ പ്രചോദനം എപ്പോഴും വേണം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.